നിങ്ങൾ പെൻസിൽ ഉപയോഗിച്ച് പേപ്പറിൽ ഒരുപാട് അമർത്തി വരകൾ വരയ്ക്കുന്ന ശീലമുള്ള ഒരാളാണെങ്കിൽ ഇപ്പോഴത് നിർത്തിക്കോ. നിങ്ങൾ വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഒരാളുടെ ഫേസ് വരയ്ക്കാൻ ആലോചിച്ചേ. അത് ഫേസ് വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ പെൻസിൽ ഉപയോഗിച്ച് പേപ്പറിൽ ഡാർക്കായിട്ടാണ് ഓരോ ഔട്ട്ലൈനും, ഫേസിൻ്റെ ഔട്ട്ലൈൻ അല്ലെങ്കിൽ മൂക്കിൻ്റെ, ലിപ്പിൻ്റെ, കണ്ണിൻ്റെ, ചെവിയുടെ ഒക്കെ ഔട്ട്ലൈൻ ഇടുന്നത്. ആ ഔട്ട്ലൈൻ നിങ്ങൾ അത്രയും ഡാർക്കാക്കി ഇട്ടതിന് ശേഷം ആ ചിത്രം റിയലിസ്റ്റിക് ആക്കണമെന്ന് ആഗ്രഹിച്ച് എത്ര അതിൻ്റെ മുകളിൽ നിങ്ങൾ കിടന്ന് ഷെയ്ഡ് ചെയ്താലും എത്ര ഡീറ്റെയിലും കൊടുത്താലും ഒരിക്കലും ആ ചിത്രത്തിന് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫീല് കിട്ടില്ല. കാരണം നിങ്ങൾ ഔട്ട്ലൈൻ ഡാർക്കാക്കി വരയ്ക്കും തോറും നമ്മുടെ ചിത്രം ഒരു കാർട്ടൂണിഷ് ശൈലിയിലോട്ട് മാറും. കൂടാതെ ഡാർക്കായിട്ട് വരയ്ക്കുന്ന ഓരോ ലൈൻസും നിങ്ങൾക്ക് പിന്നീട് മായ്ക്കണം, ഇറേസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് ഇറേസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കൂടാതെ അതുവഴി പേപ്പറിൽ ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ റിയൽ ലൈഫിൽ നമ്മുടെ ഫേസിന്, കണ്ണിന്, മൂക്കിന്, ലിപ്പിനൊന്നും ഇവിടെയൊന്നും ഔട്ട്ലൈൻ ഇല്ലല്ലോ. പിന്നെ ഇതിന് നിങ്ങൾ പേപ്പറിലോട്ട് ഔട്ട്ലൈൻ വരയ്ക്കുന്നത്? ശരിക്കും ആ ഔട്ട്ലൈൻ വളരെ ലൈറ്റായിട്ട് മാത്രമേ നമ്മൾ പേപ്പറിലോട്ട് വരയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പല ബിഗിനേഴ്സിനും ഈ ഒരു കാര്യം അറിയില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ ഡ്രോയിങ്ങിൽ നിങ്ങൾ ആ മിസ്റ്റേക്ക് വരുത്തുന്നത്. അതുകൊണ്ട് നെക്സ്റ്റ് ടൈം നിങ്ങളൊരു റിയലിസ്റ്റിക് ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് വളരെ ലൈറ്റായിട്ട് ഔട്ട്ലൈൻ ഇടുക. എന്നിട്ട് കൂടുതൽ ഫോക്കസ് ഷെയ്ഡിങ്ങിൽ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ചിത്രം നിങ്ങൾ വിചാരിച്ചതിനേക്കാളും ഒരുപാട് ഇരട്ടി ബെറ്റർ ആയിട്ട് കംപ്ലീറ്റ് ആക്കാൻ നിങ്ങൾക്ക് സാധിക്കും.